നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. കാൽമുട്ടിലെ പരിക്കിന് നെയ്മർ ജൂനിയർ സർജറിക്ക് വിധേയനാകുന്നു. ആർദ്രോസ്കോപ്പിക് സർജറി ഇന്നാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ബ്രസീലിയൻ ടീമിൻ്റെ ഡോക്ടർ റോഡ്രിഗോ ലാസ്മറാണ് സർജറിക്ക് നേതൃത്വം കൊടുക്കുന്നത്. മുമ്പ് പലവട്ടം നെയ്മർ ജൂനിയർ ട്രീറ്റ് ചെയ്തിട്ടുള്ളയാളാണ്. ബ്രസീലിലെ ഏറ്റവും വിദഗ്ധനായ ഡോക്ടർമാരിൽ ഒരാളായിട്ടാണ് ഡോക്ടർ റോഡ്രിഗോ ലാസ്മർ അറിയപ്പെടുന്നത്. CBF നെയ്മറുടെ ഈ നീക്കത്തിൻ്റെ കാര്യത്തിൽ ഫുള്ളി അവെയറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ റിക്കവറി എന്നുള്ളത് ബ്രസീലിയൻ ദേശീയ ടീമിന് വളരെ പ്രധാനപ്പെട്ടതാണ്. ഇതാ ബ്രസീലിയൻ മാധ്യമം ഗ്ലോബോ ഈ കാര്യം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നെയ്മർ ജൂനിയർ സർജറിക്ക് വിധേയനാകുന്നു. അദ്ദേഹത്തിന് 1 മാസക്കാലമാണ് റിക്കവറി പീരീഡ് ഇപ്പോൾ ഏതാണ്ട് കാൽക്കുലേറ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഫെബ്രുവരി തുടക്കത്തിലെ കളിക്കളത്തിലേക്ക് മടങ്ങിയെത്താനാണ് താരം ആഗ്രഹിക്കുന്നത്. ജനുവരി പകുതിയോടുകൂടി സാന്റോസിനോടൊപ്പമുള്ള സീസൺ ആരംഭിക്കേണ്ടതാണ്. പക്ഷേ അദ്ദേഹത്തിന് തുടക്കത്തിലെ കുറച്ച് മത്സരങ്ങൾ നഷ്ടമായേക്കും. പക്ഷേ ഫെബ്രുവരിയിൽ അദ്ദേഹം പൂർണ്ണകരുത്തോടെ മടങ്ങിയെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതോടൊപ്പം തന്നെ നെയ്മർ ജൂനിയറുടെ കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ കോൺട്രാക്റ്റ് വരുന്ന ആഴ്ച എക്സ്പയർ ആവാൻ പോവുകയാണ്. അപ്പോൾ കോൺട്രാക്റ്റ് റിന്യൂ ചെയ്യേണ്ടതുണ്ട്. ഫ്ലെമിംഗോക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ വാർത്തകൾ ഉണ്ടായിരുന്നെങ്കിലും ഫോർമലി ഒരു നീക്കവും അവർ നടത്തിയിട്ടില്ല. സാന്റോസ് വളരെ വലിയ പ്രതീക്ഷയിലാണ്. ഇപ്പോൾ ഈ സർജറി കഴിഞ്ഞാൽ നെയ്മർ ജൂനിയർ വിശ്രമത്തിലാകും. ആ സമയത്ത് അദ്ദേഹത്തോട് നെഗോഷിയേറ്റ് ചെയ്ത് ആ ഒരു ഡീൽ ഫൈനലൈസ് ചെയ്യപ്പെടാൻ പറ്റും എന്നുള്ള പ്രതീക്ഷയിലാണ് സാന്റോസ് ഉള്ളത്. ഏതായാലും നെയ്മർ ഇതാ സർജറിക്ക് വിധേയനാവുന്നു. അത് കഴിഞ്ഞാൽ 1 മാസക്കാലം അദ്ദേഹത്തിന് വിശ്രമം. അത് കഴിഞ്ഞാൽ പൂർണ്ണകരുത്തോടെ എല്ലാ പ്രശ്നങ്ങളും മാറി നെയ്മർ കളിക്കളത്തിലേക്ക് എത്തുമെന്നും ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിൽ സാന്റോസിന് വേണ്ടി കളിച്ച് അതാ ജൂൺ, ജൂലൈ മാസങ്ങളിൽ നോർത്ത് അമേരിക്കയിൽ വേൾഡ് കപ്പിൽ ബ്രസീലിൻ്റെ ജേഴ്സി അണിഞ്ഞ് ഇറങ്ങുമെന്നുമുള്ള പ്രതീക്ഷയിൽ ആരാധകരെ കാത്തിരിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റഫ്ലക്സ് എത്താം.